ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. വൈൽഡ് കാർഡുകളുടെ പണിപ്പുര ടാസ്ക് ആയിരുന്നു. പണിപ്പുരയിൽ 10 സെക്കൻഡുകളാണ് അവർക്ക് ലഭിച്ചത്. 10 സെക്കൻഡുകൾ എക്സീഡ് ആയാൽ സാധനങ്ങൾ തിരിച്ചു വെക്കണം എന്ന് തന്നെയായിരുന്നു എപ്പോഴത്തെയും പോലെ. 10 സെക്കൻഡ് കഴിഞ്ഞ് 11ഉം 12ഉം ഒക്കെ കൗണ്ട് പോയിരുന്നു. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൈൽഡ് കാർഡുകളിൽ 4 പേരും ബിഗ് ബോസിന്റെ നിയമത്തെ മാനിച്ചെടുത്ത് സാധനങ്ങൾ തിരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. 5 പേരും വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഒരാൾ മാത്രം ഒരു തരം തങ്ങനെ ഡോഗ് ഷോ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. മറ്റാരുമല്ല, ജിഷിൻ മോഹൻ. എടുത്ത സാധനം ഒന്നും തിരിച്ചു വെക്കാൻ പറ്റില്ല, ഞാൻ 9 സെക്കൻഡ് കൊണ്ട് തിരിച്ചു വന്നു, ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ അവിടെ കിടന്ന ഷോയോട് ഷോ. അപ്പൊ സ്വാഭാവികമായിട്ടും അക്ബറും പിന്നെ എല്ലാവരും തന്നെ ജിഷിനെതിരെ സംസാരിക്കുന്നുണ്ട്. തിരിച്ചു വെക്കാൻ പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് പണിപ്പുറ റൂമിലേക്ക് എറിയുന്നുണ്ട് അതെടുത്തിട്ട്. ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. സാധാരണ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ സീസൺ 1 പവർ ആവാറുള്ളതാണ്. പക്ഷെ ഈ സീസണിലാണ് അതിന് വിപരീതമായിട്ട് കാണുന്നത്. വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് ഇതിലും കൊള്ളാമായിരുന്നു ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ. ഉള്ള കാര്യം പറയുവാണ്. ഇതിപ്പോ ബിഗ് ബോസ് നല്ല രീതിയിലുള്ള ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇപ്പൊ പണിപ്പുര പരിപാടി തന്നെ ഇപ്പൊ ബോറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പണിപ്പുരയുടെ പേര് പറഞ്ഞിട്ട് അവിടെ വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു ഫൈറ്റ്. ബിഗ് ബോസിന്റെ റൂൾസിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഏത് കാർഡാണെങ്കിലും വൈൽഡ് കാർഡാണെങ്കിലും പിടിച്ച് പുറത്തേക്ക് തള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുണ്ടോ ഡോഗ് ഷോ കാണിക്കുന്ന കണ്ടസ്റ്റൻസ്? ഇന്നലെ രാത്രിയും കണ്ടായിരുന്നു ഈ ജിഷിന്റെ തന്നെ ഒരു പട്ടി ഷോ. ഒരു കാര്യമില്ല, ലക്ഷ്മി പുച്ഛിച്ചു വിടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോ ജിഷിനൊക്കെ വെറും ഒരു എന്താ പറയാ, ഷോ ഇറക്കി ക്യാമറ സ്പേസ് പിടിക്കാൻ നോക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ ഭാഷയും ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല.